മലസരമെയ്തു കൽഹാര പുഷ്പങ്ങൾ പൂമഴ പെയ്തു. പുകവലിയോ മദ്യപാനമോ തുടങ്ങിയ ഒരു ദുശീലങ്ങളും ജയേട്ടനില്ലായിരുന്നു. അദ്ദേഹത്തിന്റെ വളർച്ച വെച്ചടി വെച്ച പോലെ പെട്ടെന്നായിരുന്നു. MGRും ദേവാനന്ദും ഒക്കെ ചെയ്തതുപോലുള്ള വേഷങ്ങൾ ചെയ്യാൻ ജയേട്ടനല്ലാതെ മലയാള സിനിമയിൽ അന്നും ഇന്നും ആരും ഉണ്ടായിട്ടില്ല. അത് സംശയമില്ലാത്ത കാര്യം തന്നെയാണ്. MGR അഭിനയിച്ച എങ്ക വീട്ടു പിള്ളയില് ഒരു ചാട്ടവാറെടുത്തുകൊണ്ട് ഒരു പാട്ടുണ്ടല്ലോ, ഞാനാണയിട്ടാൽ അത് നടന്നു വിട്ടാൽ இந்த ஏழைகள் வேதனைப்பட மாட்டே. ആ പാട്ട് പിന്നെ അതുപോലെ പിന്നെ അൻപേവായിൽ ഒരു സ്വപ്ന സീൻ MGRന്റെ രാജാവിൻ പാർവൈ റാണിയൻ പക്കം. അതുപോലെ പിന്നെ അടിമപ്പെണ്ണില് ഏ മാതാദേ ഏ മാതാദേ ഏ മാറാദേ ഏ മാറാദേ ഏ മാറ്റാദേ ഏ മാറ്റാദേ ഏ മാറാദേ ഏ മാറാദേ. ഇതുപോലുള്ള പാട്ടുകളൊക്കെ അഭിനയിച്ച് ഫലിപ്പിക്കാൻ ജയേട്ടന്റെ സ്ഥാനത്ത് മലയാള സിനിമയിൽ ഒരു താരത്തിനെ നമുക്ക് ചിന്തിക്കാൻ നോക്കൂ. ഈ വേഷമൊക്കെ ജയേട്ടന് ഇട്ടുകൊണ്ട് രംഗത്ത് വന്നു കഴിഞ്ഞാൽ തിയേറ്റർ കലക്കത്തില്ലേ? സംശയമില്ലാത്ത കാര്യമാണത്. എന്നെപ്പോലുള്ള പുതു സംരംഭകർക്ക് അത്തരം വേഷങ്ങൾ ജയേട്ടനെ കൊണ്ട് ചെയ്യിക്കാൻ വല്ലാത്ത ഒരു ത്വര തന്നെയായിരുന്നു. അത് മനസ്സിൽ കൊണ്ട് നടക്കുകയാണ് അദ്ദേഹത്തിന്റെ ആകസ്മികമായി ഉണ്ടായ വേർപാട്. ഒരിക്കൽ ഞാനും ജയേട്ടനും നമ്മുടെ ആലപ്പി ഷെറീഫ്, നമ്മുടെ ഐവിശിയുടെ അവളുടെ രാവുകൾ, ഈറ്റ, ഉത്സവമൊക്കെ എഴുതിയ സ്ക്രിപ്റ്റ് റൈറ്റർ, അദ്ദേഹം ഞങ്ങൾ സംസാരിച്ചുകൊണ്ടിരുന്നപ്പോൾ ജയേട്ടൻ ഞങ്ങളുടെ അടുത്ത് വന്നു. ഞാൻ ഇതേമാതിരി പറഞ്ഞ് ഞാൻ കേരളത്തിൽ ഷൂട്ട് ഔട്ട്ഡോർ കഴിഞ്ഞിട്ട് ഞാൻ ഇന്നലെയാണ് വന്നത്. അപ്പം അദ്ദേഹത്തിൻ്റെ അടുത്ത് വലിയ കാര്യമായിട്ട് പറയുന്നു, അസേ പിന്നെ ഞാൻ അവിടെ നമ്മുടെ കേരളത്തിലെ ഓട്ടോറിക്ഷയ്ക്കകത്തെല്ലാം എൻ്റെ ഫോട്ടോ ആരാധന മൂത്ത് പലരും ഒട്ടിച്ചിരിക്കുന്നു. നമുക്ക് ഈ അവസരം പ്രയോജനപ്പെടുത്തണം. ആശാന്റെ കാര്യം ഇതുപോലുള്ള അതുപോലെ ആളുകളെ പിടിച്ചിരുത്തുന്ന MGR ഒക്കെ ചെയ്തതുപോലുള്ള വേഷം എനിക്ക് ചെയ്യാൻ വളരെ താല്പര്യമാണ്. അതൊന്ന് പ്ലാൻ ചെയ്യണം. അങ്ങനെല്ലാം പറഞ്ഞിട്ടാണ് ഞങ്ങൾ അന്ന് പിരിഞ്ഞത്. സത്യം പറഞ്ഞാൽ കൊല്ലത്തുകാരനായ ജയേട്ടനെ കുറിച്ച് എത്ര പറഞ്ഞാലും എനിക്ക് മതി വരില്ല. അത് ഞാൻ കൂടുതൽ പറഞ്ഞാൽ ഞാൻ വികാരധീനനാവും. അങ്ങനെ പറയുമ്പോൾ ചിലപ്പോൾ ഞാൻ പല സത്യങ്ങളും വിളിച്ചു പറയാനും ബാധ്യസ്ഥനാവും. അതൊന്നും ഞാൻ അതിന് അവസരം ഉണ്ടാക്കുന്നില്ല. ജയേട്ടൻ്റെ എൻ്റെ അയലത്തുകാരനും എൻ്റെ കൊല്ലത്തുകാരനും എൻ്റെ അയലത്തുകാരനുമായ ജയേട്ടനെ പറ്റിയുള്ള പല കാര്യങ്ങളും നിങ്ങളുമായിട്ട് മറ്റൊരു അവസരത്തിൽ ഞാൻ പങ്കുവയ്ക്കുന്നതാണ്. അതുവരെ നിങ്ങൾക്ക് എൻ്റെ നന്ദി, നമസ്കാരം.